പവിത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. എന്തായാലും വേദയും വിക്രവും ജോബിക്കെതിരെ നല്ല പണിയാണ് കൊടുത്തിരിക്കുന്നത്. മൈക്കിൾ അച്ഛനാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കമ്പനിയിൽ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പം കമ്പനിക്ക് ഈ കാര്യത്തിൽ ഒരു പങ്കുമില്ല. ജോബിയാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് കളിച്ചാണ്. അങ്ങനെ കാര്യങ്ങളെല്ലാം തൊഴിലാളിക്ക് മനസ്സിലായ തൊഴിലാളികൾ ജോബിയുടെ കൊട്ടേഷന് മുന്നിൽ സമരം വെക്കാൻ തുടങ്ങി. മൈക്കിൾ അച്ഛൻ്റെ നിർദ്ദേശം പ്രകാരമാണ് ഇതൊക്കെ തുടങ്ങിയത് തന്നെ. മൈക്കിൾ അച്ഛനാണെങ്കിൽ ജോബിയെ കാണാൻ വരുന്നുണ്ട്. അപ്പം ജോബിയുടെ അടുത്ത് കാര്യം പറയുന്നുണ്ട്. താൻ ഇത്രയും നാൾ ഈ പാവപ്പെട്ടവരുടെ അടുത്ത് ചെയ്യുന്നതിന് ഒരു ന്യായവും പറയാൻ പറ്റത്തില്ല. സമരങ്ങൾ രൂക്ഷമായപ്പോൾ കമ്പനികൾ നടപടിയെടുത്തിരിക്കുകയാണ്. ജോബി അവിടുന്ന് പുറത്താക്കുകയും കമ്പനിയിൽ നിന്ന് മറ്റൊരാളെ അവിടെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നിർദ്ദേശങ്ങൾക്കും എത്തിയിരിക്കുകയാണ്. പുതിയൊരു മാനേജർ വരികയാണ്. കാലത്തേക്ക് ജോബി അവിടുന്ന് മാറ്റി നിർത്തിയാണ്. കാരണം കമ്പനിയാണെങ്കിൽ ജോബിക്കെതിരെ അന്വേഷണവും മറ്റുമായിട്ട് ജോബിയെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ വേദയും വീണ്ടും തോട്ടത്തിലേക്ക് വരികയും എല്ലാ തൊഴിലാളികളും വീണ്ടും ജോലിക്കിറങ്ങുകയും ചെയ്യുകയാണ്. അപ്പം കമ്പനി എത്രയാണോ കൂലി പറഞ്ഞിരിക്കുന്നത് ആ കൂലി തന്നെ കൊടുക്കാമെന്ന് കമ്പനി ഉറപ്പ് നൽകിയതോടെ എല്ലാവരും ജോലിക്കിറങ്ങിയാണ്. അങ്ങനെ വേദയും ജോലിക്കിറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ജോബി മാറ്റി പുതിയ മാനേജരും വരികയാണ്. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേദ ഒരു ദിവസം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുതിയ ഒരാൾ കാറിൽ വന്ന് ഇറങ്ങിയാണ്. ആ ഇറങ്ങുന്നവർക്കാണെങ്കിൽ കാലിന് സുഖമില്ല. കാലിനാണെങ്കിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. വാക്കർ വെച്ചാണ് പതുക്കെ കാറിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ. അങ്ങനെ എല്ലാവരും ആണെങ്കിൽ ആ വന്നിറങ്ങുന്ന ആളെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ വേദയും നോക്കുന്നുണ്ട്. വേദയ്ക്കാണെങ്കിൽ എവിടെയോ കണ്ടൊരു പരിചയം കാണുന്നുണ്ട്. അങ്ങനെ വേദ ശ്രദ്ധിച്ചപ്പോൾ വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ആ ആൾ വേദയുടെയും വിക്രത്തിലെയും പ്രധാനപ്പെട്ട തീരുമാനം എടുക്കാൻ കാരണക്കാരായ ആ ആൾ തന്നെയാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ബോധ്യം വേദയ്ക്ക് ഉണ്ടാവുന്നുണ്ട്. ഇത് ആ സന്തോഷല്ലേ എന്ന് വേദ മനസ്സിൽ വിചാരിക്കുകയാണ്. അങ്ങനെ വേദ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. സന്തോഷ് ഒരു പെണ്ണിനെ സ്നേഹിച്ച് ആ പെണ്ണിനെ താലി കെട്ടാൻ വരുമ്പോഴാണ് വിക്രം അങ്ങോട്ട് വന്ന് വിവാഹം മുടക്കുന്നതും അപ്പം വേദ വന്ന് ചോദ്യം ചെയ്യുന്നതും ആ താലിയെടുത്ത് വേദയെ കല്യാണം കഴിക്കുന്നതും അങ്ങനെയാണ് വിക്രത്തിൻ്റെ വേദയും വിവാഹം നടന്ന കാര്യമൊക്കെ വേദ ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പം പെട്ടെന്നാണ് വേദ ശ്രദ്ധിക്കുന്നത് ആ സന്തോഷമാണെങ്കിൽ വാക്കർ വെച്ചാണ് നടക്കുന്നത് കാണുമ്പോൾ ഇങ്ങനെ സംശയത്തോടെ നോക്കുവാണ്. അപ്പം നോക്കുമ്പോൾ സന്തോഷിൻ്റെ കാലിന് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാവുകയാണ്. അങ്ങനെ പുതിയ മാനേജറായിട്ട് സന്തോഷം വന്നതെന്ന് വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും വേദ അന്നേരം സന്തോഷിനെ കാണാനൊന്നും ഇടവരുന്നില്ല. അതിനുശേഷം വീട്ടിൽ വരുമ്പോൾ വിക്രത്തിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അന്ന് നമ്മുടെ വിവാഹത്തിൻ്റെ കാരണക്കാരായ ആ സന്തോഷിനെ ഞാൻ ഇന്ന് കണ്ടായിരുന്നു. തേയിലത്തോട്ടത്തിൽ വെച്ച് പുതിയ ജോബിക്ക് പകരമായി വന്ന പുതിയ മാനേജറാണെന്ന് തോന്നുന്നു. അവിടെ വന്ന തൊഴിലാളികളടുത്തൊക്കെ സംസാരിച്ച് പുതിയ വേതനം എന്നാൽ കമ്പനി പറഞ്ഞിരിക്കുന്ന അതേ വേതനം തന്നെ തരാമെന്ന് എല്ലാവർക്കും ഉറപ്പൊക്കെ നൽകി. ഞാനാണെങ്കിൽ സന്തോഷിന് മുന്നിലേക്ക് പോയില്ല. കാരണം എന്നെ കണ്ട പെട്ടെന്ന് സന്തോഷിന് മനസ്സിലാവും. അപ്പം നമ്മൾ ഇപ്പോൾ ചെന്ന് സന്തോഷിൻ്റെ മുന്നിൽ പെടണ്ട എന്ന് തോന്നി. കാരണം നമ്മുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ സന്തോഷിന് വ്യക്തമായിട്ട് അറിയാമല്ലോ. ആ സ്ഥിതിക്ക് ഇപ്പോൾ ചെന്ന് സന്തോഷിൻ്റെ മുന്നിലോട്ട് ചാടണ്ട എന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് പോയില്ല എന്ന് പറയാണ്. അപ്പം വേദ പറയാണ്, വിക്രം വേറൊരു കാര്യം പറയാനുണ്ട്. അന്ന് ഞാൻ സന്തോഷിനെ കാണുമ്പോൾ സന്തോഷിന് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. കാലിനൊന്നും ഒരു പ്രശ്നവും തോന്നില്ല. പക്ഷേ ഇന്ന് ഞാൻ സന്തോഷിനെ കാണുമ്പോൾ സന്തോഷ് വാക്കർ വെച്ചായിരുന്നു നടക്കുന്നത്. കാലിന് സുഖമില്ലാത്ത പോലെ ആണ് നടന്നത്. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല എന്ന് പറയണം. അപ്പോൾ പെട്ടെന്ന് വിക്രത്തിൻ്റെ മുഖം അങ്ങ് വാടുന്നുണ്ട്. എന്താ വിക്രം, എന്താ പെട്ടെന്ന് അങ്ങ് വല്ലാതായത്? അത് ഞാനൊരു കാര്യം പറയാം വേദേ, അറിഞ്ഞതുകൊണ്ട് ചെയ്തതല്ല. എൻ്റെ അന്നത്തെ കാലത്ത് ആ ഇരുണ്ട കാലത്തിൽ സംഭവിച്ച ഒരബദ്ധം. അപ്പം വേദ വയ്ക്കുന്നുണ്ട്. എന്താ വിക്രം, എന്താ പറയാണ്. അപ്പം അന്നാണെങ്കിൽ ആ അവരുടെ വിവാഹം നടന്നല്ലോ. അതിന് പ്രതികാരം എന്നോണം ഞാൻ രാത്രിക്ക് മുമ്പ് തന്നെ ആ സന്തോഷിൻ്റെ വീട് കണ്ടുപിടിച്ച് അവർ എങ്ങോട്ടോ മാറിയിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ കൂട്ടാളിയും കൂടെ ആ വീട് കണ്ടുപിടിച്ച് അവൻ്റെ കാല് തല്ലി ഒടിച്ചു എന്ന് പറയുകയാണ്. ഒരിക്കലും നീ പഴയതുപോലെ നടക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് കാല് തല്ലി ഒടിച്ച കാര്യം വിക്രം ഓർത്ത് വേദയെടുത്ത് പറയാണ്. അപ്പോൾ വേദ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. എന്ത് ചതിയ വിക്രം ഈ കാണിച്ചത്? ഈ പാപഫലമൊക്കെ എവിടെ കൊണ്ടുപോയി തീർക്കും? വിക്രമാണെങ്കിൽ പറയാണ്, ഞാൻ അത്ര ചിന്തിച്ചില്ല. അന്ന് ഇന്നത്തെ കൂട്ടൊന്നും ഞാൻ ചിന്തിക്കത്തില്ലായിരുന്നല്ലോ. അന്നേരം എനിക്ക് ആ വിവാഹം മുടക്കണമായിരുന്നു. പക്ഷേ അത് നടന്നില്ല. നീ കാരണം അത് നടന്നില്ല. അതുകൊണ്ട് ഇനി അവർ ഒരിക്കലും സന്തോഷമായിട്ട് ജീവിക്കില്ലെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചോളൂ എന്ന് വിക്രം പറയാണ്. അതിൽ ഇപ്പോൾ എനിക്ക് നല്ല കുറ്റബോധം ഉണ്ടെന്ന് പറയാണ്. അപ്പോൾ വേദ ഇങ്ങനെ വിഷമത്തോടെ പറയാണ്, അതുകൊണ്ടായിരിക്കും നമ്മൾ അന്ന് ചെയ്ത പാപത്തിൻ്റെ ഫലമായിരിക്കും നമ്മൾ ഈ നിർത്താതുള്ള ഓട്ടം. ജീവിതത്തിൽ ഒരിക്കലും സമാധാനം നമുക്ക് കിട്ടിയിട്ടില്ല. വിക്രം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ആ വിവാഹ ദിവസത്തിന് അന്ന് തന്നെ ആ സന്തോഷിന് ആ ഒരു ആക്സിഡൻറ്റ് പറ്റിയ സ്ഥിതിക്ക് അവർക്ക് എന്നെങ്കിലും സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് വിക്രം ഒന്ന് ചിന്തിച്ച് നോക്കേ. ആ ഒരു ശാപമായിരിക്കും ഇപ്പോഴും നമ്മുടെ നിർത്താതുള്ള ഓട്ടം എന്ന് വേദ പറയാണ്. അപ്പം വിക്രത്തിന് ഇങ്ങനെ വിഷമത്തോടെ വിക്രം അത് ആലോചിക്കുകയാണ്. ശരിയാണെന്ന് വിക്രത്തിന് തോന്നുന്നുണ്ട്. അപ്പോൾ വിക്രം പറയാണ്, ഇനി എന്ത് ചെയ്യാൻ പറ്റും?
അന്ന് ചെയ്തു പോയ തെറ്റിന് ഇനി എന്തെങ്കിലും പരിഹാരം ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. അപ്പം വേദ പറയാണ്, ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ, സന്തോഷിനെ നേരിട്ട് കാണണം, കണ്ടിട്ട് വിക്രം മാപ്പപേക്ഷിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ വിക്രം ചോദിക്കണം, മാപ്പോ? ആ, മനസ്സിലായില്ലേ? അവിടെ ചെന്ന് സന്തോഷിനെ നേരിട്ട് കണ്ട് കാര്യം പറയണം, താൻ ചെയ്ത തെറ്റിനോട് ക്ഷമിക്കാനും പറയണം. കാരണം അവരുടെ ആ ക്ഷമ കൊണ്ട് നമുക്ക് സമാധാനമെങ്കിലും കിട്ടും എന്ന് പറയാണ്. ഒരിക്കലും പഴയതുപോലെ സന്തോഷിൻ്റെ കാലാക്കി കൊടുക്കാൻ ഒരിക്കലും വിക്രത്തിന് പറ്റത്തില്ല. ഇതെങ്കിലും വിക്രം ചെയ്യണം എന്ന് പറയാണ്. എനിക്ക് വേണ്ടി ഇതെങ്കിലും വിക്രം ചെയ്യണമെന്ന് പറയാണ്. അവസാനം വിക്രം സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ സന്തോഷിനെ കാണാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ പിറ്റേന്ന് തന്നെ വേദയും വിക്രവും കൂടെ ഒരുങ്ങി പോകുകയാണ്. നേരെ സന്തോഷിനെ കാണാനാണ് പോകുന്നത്. അങ്ങനെ സന്തോഷ് താമസിക്കുന്ന പുതിയ ക്വാർട്ടേഴ്സിലേക്കാണ് ചെല്ലുന്നത്. അപ്പം അവിടെ ചെല്ലുമ്പോൾ തന്നെ സന്തോഷ് പുറത്ത് ഇങ്ങനെ ഒരു ചെയറിലിരുന്ന് പത്രം വായിച്ചുകൊണ്ടൊക്കെ ഇരിക്കണം. അപ്പം അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ സന്തോഷമാണെങ്കിൽ പെട്ടെന്ന് വിക്രമത്തെ കാണുമ്പം വല്ലാതാവുന്നുണ്ട്. അകപ്പാടെ ദേഷിക്കുന്നുണ്ട്. ചാടി എണീക്കുകയാണ്. ഇയാളെന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കൂടെ നോക്കുമ്പോൾ വേദയും കാണുന്നുണ്ട്. താൻ ഇയാളുടെ കൂടെ എന്താ എന്ന് ചോദിക്കുകയാണ്. അപ്പം വേദ പറയാണ്, അന്ന് സന്തോഷിൻ്റെ വിവാഹം നടന്ന ദിവസം തന്നെ ഞങ്ങളുടെയും വിവാഹം നടന്നില്ലേ? നിങ്ങളുടെ വിവാഹം പോലെ തന്നെ ഒരു വിവാഹമായിരുന്നു. പിന്നെ ഞങ്ങൾ തമ്മിൽ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നെന്ന് പറയുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് പല കാര്യങ്ങളും ഉണ്ടായി. അത് ഇപ്പോൾ ഒരു കുറച്ച് സമയം കൊണ്ട് അത് സന്തോഷിനോട് പറഞ്ഞ് വിശദീകരിക്കാൻ പറ്റത്തില്ല എന്ന് പറയുകയാണ്. അപ്പോൾ സന്തോഷ് ചോദിക്കുകയാണ്, ഇപ്പോൾ ഇവിടെ എന്നെ കാണാൻ നിങ്ങൾ വന്നതിന് ഇവിടെ വരേണ്ട കാര്യം എന്താ എന്ന് ചോദിക്കുകയാണ്. അത് വേദ പറയാണ്, ഇപ്പോഴാണ് ഞാൻ സന്തോഷിന് സംഭവിച്ച ഈ ട്രാജഡിയെക്കുറിച്ച് അറിഞ്ഞത്. എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു പറയുകയാണ്. സന്തോഷ് പറയാണ്, നിങ്ങൾക്കറിയത്തില്ലെങ്കിലും നിങ്ങളുടെ ഭർത്താവിന് അറിയാമായിരിക്കുമല്ലോ. ഭർത്താവല്ലേ ഈ സമ്മാനം എനിക്ക് തന്നത്, ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഈ സമ്മാനം തന്നതെന്ന് പറയുകയാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതെന്ന് വേദ പറയാണ്. അപ്പം സന്തോഷ് ചോദിക്കുകയാണ്, അതിനെക്കുറിച്ച് എന്ത് സംസാരിക്കാൻ? അപ്പോഴും വിക്രം ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ വേദ പറയാണ്, ഞാൻ എൻ്റെ ഭർത്താവിനെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. എന്നാലും അന്ന് ചെയ്ത തെറ്റിയോർത്ത് ഇപ്പോൾ വിക്രത്തിന് പശ്ചാത്താപമുണ്ട്. അത് സന്തോഷിന് മുന്നിൽ ഏറ്റു പറയാനാണ് വിക്രം വന്നതെന്ന് പറയാണ്. അപ്പോൾ സന്തോഷ് പറയാണ്, ഇയാളോ എൻ്റെ മുന്നിൽ ഏറ്റു പറയാനോ? എൻ്റെ ജീവിതം നശിപ്പിച്ചു. ഞാൻ ആഗ്രഹിച്ച എൻ്റെ പെണ്ണിനെ താലി കെട്ടി. പക്ഷേ എനിക്ക് ഒരു നിമിഷം പോലും അവളോട് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റിയില്ല. ഇപ്പോഴും ഞങ്ങളുടെ സന്തോഷമെല്ലാം തെല്ലിക്കടത്തി ആ ദിവസത്തെക്കുറിച്ച് മാത്രമേ ഓർമ്മ വരാറുള്ളൂ. ഇയാൾ കാരണമാണ് ഞങ്ങളുടെ ജീവിതം ഈ ഒരു ഗതിയിലായത്. ഞങ്ങൾക്ക് സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ജീവിതം നയിക്കാതിരിക്കാൻ കാരണം ഇയാൾ തന്നെയാണെന്ന് പറയുകയാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് എന്നോട് കൂടുതൽ സംസാരിക്കാൻ നിൽക്കേണ്ട, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോക്കോ എന്ന് പറയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവിനെ ന്യായീകരിക്കണമായിരിക്കും, പക്ഷേ എനിക്കത് കേൾക്കേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് സന്തോഷ് വാക്കർ വെച്ച് പതുക്കെ നടന്ന് അകത്തേക്ക് പോവുകയാണ്. എന്നിട്ടും വിക്രം ഒന്നും മിണ്ടുന്നില്ല. വേദയാണെങ്കിൽ വിളിക്കുന്നുണ്ട്, സന്തോഷേ എന്ന് വിളിക്കുന്നുണ്ട്. സന്തോഷമാണെങ്കിൽ ഒന്നും കേൾക്കാതെ അകത്തേക്ക് കയറുകയാണ്. വേദയും വിക്രം കൂടെ പുറകെ ചെല്ലുന്നുണ്ട്. പക്ഷേ അകത്ത് കയറിയ സന്തോഷ് പെട്ടെന്ന് ഡോറ് പിടിച്ചടക്കുകയാണ്. അപ്പം അകത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് ഡോറ് പിടിച്ചടക്കുകയാണ്. അത് വേദയ്ക്ക് വിക്രത്തിനും വല്ലാതെ വിഷമാവുന്നുണ്ട്. ഇതെല്ലാം കേട്ട് സന്തോഷിൻ്റെ ഭാര്യ അകത്ത് തന്നെ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡോർ അടച്ച സന്തോഷ് ആ ഭിത്തിയിൽ ഇങ്ങനെ ചാരി നിന്ന് വിഷമത്തോടെ ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. അപ്പുറത്ത് ഭാര്യയും ഇരുന്ന് കരയുന്നുണ്ട്. സന്തോഷിനും നല്ല സങ്കടത്തോടെ ഇങ്ങനെ ആ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. പുറത്ത് വേദയും സന്തോഷിൻ്റെ പ്രതികരണം കണ്ട് ആകപ്പാടെ സങ്കടമാവുന്നുണ്ട്. വിക്രം ഒന്നും മിണ്ടാതെ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ ഇങ്ങനെ സങ്കടത്തോടെ വിക്രം നിൽക്കുകയാണ്. അപ്പോൾ വേദ തിരിഞ്ഞ് വന്നിട്ട് വിക്രത്തിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. വിക്രമാണെങ്കിൽ ഭയങ്കര വിഷമത്തോടെ സങ്കടത്തോടെ താൻ ചെയ്ത തെറ്റും പാപവും ഓർത്ത് ഇങ്ങനെ സങ്കടത്തോടെ നിൽക്കുന്നുണ്ട്. താൻ കാരണം ഇതുപോലെ എത്ര ജീവിതം ഗതിയിലായിട്ടുണ്ട് എന്നുള്ള ഒരു വിഷമം വിക്രത്തെ ഭയങ്കരമായിട്ട് സങ്കടത്തിലാക്കുന്നു. വിക്രത്തിൻ്റെ മനോവിഷമം വേദയ്ക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ വേദ വിക്രത്തെ സമാധാനിപ്പിക്കാൻ വിക്രത്തിൻ്റെ അടുത്തേക്ക് വരികയാണ്.